സ്പെഷ്യൽ ടേസ്റ്റുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ഇഡ്ഡലിയുടെ കൂടെയെല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു കോമ്പിനേഷനുമാണിത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും ആയാലും ഡിന്നറിൻ്റെ സമയത്തായാലും എപ്പോഴായാലും ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം കൂടെ ചേർന്ന് പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് അധികം സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാനിപ്പോൾ ഇതിൽ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനിടയിൽ നിങ്ങൾക്ക് ചട്നി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ചട്നി എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചട്നിയുടെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ചട്നി ദാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെയും ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കളറ് മാറുന്നവരേക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം കേട്ടോ. ചെറുതായിട്ട് കളറൊന്ന് മാറി തുടങ്ങുന്നവരേക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ അതിൻ്റെ കളറ് ചെറുതായിട്ട് ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കണം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് നമ്മൾക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചൂടാറി കഴിയുന്നവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഞാൻ ഒരു തേങ്ങയുടെ പീസസ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു വലിയ തേങ്ങയുടെ 1/4 അളവോളം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഈ തേങ്ങയുടെ പീസ് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തേങ്ങയുടെ പീസിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ വറുത്തിട്ട് ചൂടാറാനായിട്ട് വെച്ചിരുന്ന ആ സാധനം കപ്പലണ്ടിയും ചട്നി ദാലും കൂടെയും ഇട്ട് കൊടുക്കുക. ഈ മിക്സിക്കൊരു അര മിക്സിയോളം തേങ്ങ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വീതമുള്ള കപ്പലണ്ടിയും ചട്നി ദാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നമുക്ക് നീക്കി വയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ പാൻ വീണ്ടും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് കടുകിട്ട് പൊട്ടിക്കുകയാണ്. ഈ കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം ഇതിലേക്ക് ഞാൻ 4-5 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊന്ന് ഒടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പം വല്ലാതെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം പൊട്ടിപ്പോകും. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത് രണ്ടും കൂടെയും നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കണം. ഇതുപോലെ ഇത്രയും ആയി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ തേങ്ങ മിക്സിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുളകും കറിവേപ്പിലയും കടുകും കൂടെയും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തത് അതും കൂടിയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയിലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അരപ്പിടിയോളം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു ചെറിയൊരു നെല്ലിക്കയുടെ അത്രയും വലിപ്പത്തിലുള്ളൊരു പുളിയുടെ പീസും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു പുളിയുടെ പീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നാരങ്ങ നീര് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് ശേഷം വേണം വെള്ളം കൂട്ടിയിട്ട് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം കൂട്ടിയിട്ട് അരച്ചെടുക്കാം. ഈ ഇഞ്ചിയുടെ പീസെല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യം ഒന്ന് ചതയ്ക്കുന്നത്. പച്ചമുളകും ഇഞ്ചിയുടെ പീസെല്ലാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മിക്സിയുടെ ജാറിൽ എന്തോരം വെള്ളം വേണം ചട്നിക്ക് എന്ന് വെച്ചാൽ അത്രയും വെള്ളം ചേർത്തിട്ട് ഈ ചട്നി ഒന്ന് വെള്ളം പാകത്തിനൊന്നാക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചട്നി കട്ടിയിൽ വേണമെന്നുള്ളവർക്ക് അധികം വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് കടുക് വറുത്ത് ചേർത്താൽ മാത്രം മതി. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഇതൊന്ന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ചുമന്ന മുളകും കറിവേപ്പിലയും കൂടെയും ശരിക്കൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഈ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ കറിവേപ്പിലയും മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പിലയും മുളകും ശരിക്കൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. സ്പെഷ്യലായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ കറിവേപ്പിലയും മുളകും ശരിക്കൊന്ന് മൂത്ത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പം വേണം അത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ
കായത്തിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. 1 സ്പൂൺ കായപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കായം പൊടിയും കൂടെ ഇതൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ കായം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പം സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റും മണവും എല്ലാം ഉണ്ടാവും ചട്നിക്ക്. ഇപ്പോൾ ഇതാ കായം പൊടിയും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ ചട്നിയുടെ റെസിപ്പി. ഇതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ ഈസിയും ടേസ്റ്റിയുമാണ്. ഇഡ്ഡലിയുടെ കൂടെ എല്ലാം കൂട്ടി കഴിച്ചാണെന്നുണ്ടെങ്കിൽ എത്ര ഇഡ്ഡലി കഴിച്ചു എന്ന് വരെ നിങ്ങൾക്ക് അറിയില്ല. അത്രയ്ക്ക് ടേസ്റ്റിൽ നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിച്ചു പോകും. അത്ര ടേസ്റ്റുള്ളൊരു ചട്നിയാണിത്. അപ്പോൾ ഈ ചട്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എത്ര ഈസി ആയിട്ടുള്ള ഈ ചട്നി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റിയുമായിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.